നമ്മളിപ്പോൾ ഇറങ്ങി വന്നേക്കുന്നത് പന്നിമറ്റം ചെപ്പോളം റോട്ടിലാട്ടോ. നേരെ പന്നിമറ്റത്തേക്ക് ഇറങ്ങി പോവുക. ചെപ്പോളം റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഇതിലെ വന്ന് നേരെ മുകളിലേക്ക് വരുമ്പോൾ മുകളിലേക്ക് പോകുന്ന ഇരികില്ലുംമുടിക്കും ഇടത്തേക്ക് പോകുന്നു പന്നിമറ്റത്തിനും. ഇതേ കാണുന്നതാണ് ഓന്തുപാറയെന്ന് വെള്ളം ചാടുന്നത്. അതെവിടെ അങ്ങ് അകലെ കാണാം. പക്ഷെ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തൊന്നുമില്ല. നല്ല മഞ്ഞുണ്ട്. നമ്മൾ പോയി കണ്ടുപിടിക്കുക വെള്ളച്ചാട്ടം അല്ലേ? കണ്ടുപിടിക്കും ഉറപ്പായിട്ടും നോക്കിയാൽ അത് നല്ല അടിപൊളിയാ. പക്ഷെ ഇവിടുന്ന് ക്യാമറ കിട്ടത്തില്ല. നേരിട്ട് കാണാം. അതെന്നാ പറഞ്ഞാലും ഇന്ന് ഞങ്ങൾ അതിന്റെ ചോട്ടി ചെല്ലും. ഫുൾ ആയുധമായിട്ട് നമ്മൾ പോകുന്നത്. എന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ, നാട്ടുകാരൊന്നുമില്ല. അങ്ങാണ്ട് എന്ന് പുറം വന്നാലും നമ്മൾ വിജയിക്കണം. അങ്ങ് താഴെ നല്ല മനോഹരമായ മലനിരകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. നല്ല മഴയാണെങ്കിലും ക്ലൈമറ്റ് മാറി. ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര സെക്കൻഡ് വെച്ച് മാറും. ഒരു നല്ല വഴി എനിക്ക് തോന്നുന്ന ഷർമോനെ ഇതിൽ ഇറങ്ങിയിട്ടേ നമുക്ക് ഇവിടുന്ന് താഴെ ചെന്ന് അക്കരെ കയറി നേരെ വാഗമൺ പോകാൻ എളുപ്പ വഴിയത് കേട്ടോ. ചെപ്പളം പള്ളിയുടെ അവിടുന്ന് വാഗമൺ പോകാൻ എളുപ്പ വഴിയാണ്. ഷർമോനെ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണ്ട കേട്ടോ. സൂപ്പർ. ഇത് കൊള്ളാം, അടിപൊളി. ഇവിടെ മുഴുവൻ വെള്ളച്ചാട്ടം കേട്ടോ. ഓന്തുപാറയുടെ ആ വെള്ളച്ചാട്ടം അല്ല കേട്ടോ. കാരണം ഇതിന് പൊക്കമില്ല. ഇവിടെ മുഴുവൻ മുകളിൽ നിന്ന് എന്തൊക്കെയോ തേങ്ങ ഉണ്ടോയെന്ന് നോക്കിയാൽ ഷർമോനെ വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ. എത്രയാ 3-3.5 കിലോമീറ്റർ നടന്നു. ഷർമോനെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടാ അതേ കിടക്കുന്നത്. അടിപൊളി. ഇന്നത്തെ ഭക്ഷണമായി എടുത്തോളാം. തേങ്ങ ഇന്ന് മോളിൽ കൊണ്ടുവച്ചേ കല്ലിന് ഇടിച്ചു പൊട്ടിച്ചു. ഇത് റോഡെല്ലാം ഇടിഞ്ഞു പോന്നേക്കും കേട്ടോ. മറ്റേ ഇരികില്ലുമുടി നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേ ഇത് ഭയങ്കരമായിട്ട് അടുത്തായിട്ടാ തോന്നിയത്. ഇത് അടുത്തല്ല കേട്ടോ. 3-3.5 കിലോമീറ്റർ ഞങ്ങൾ മുകളിലേക്ക് നടന്നു. പുതിയ റോഡ് വെട്ടിയതാണേ. സത്യം കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ വീടുകൾ ഒത്തിരി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ. ഇവിടെ ആരും തന്നെ താമസമില്ല. ഇപ്പം ജീപ്പ് കയറി വരും. 4 വീല് ജീപ്പ് ഫ്രണ്ടിട്ട് കയറി വരും. അല്ലാണ്ടൊന്നും വരില്ല. അവിടെ ചെപ്പോളത്ത് ഓന്തു പോലെ ഇരിക്കുന്ന ഒരു പാറയുണ്ട്. അതാണ് ഓന്തുപാറ. അത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടുന്ന് വെള്ളം ഒഴുകുന്നത് കീപ്പോട്ടാണ്. അപ്പം ഞങ്ങൾ അതൊരു വെള്ളച്ചാട്ടമാണെന്ന് മനസ്സിലായി. നല്ല ഹൈറ്റിൽ നിന്ന് വീഴുന്ന അത് തപ്പി ഞങ്ങൾ വന്നു കേട്ടോ. ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടോ കേട്ടോ. ചക്കപ്പഴമാണോ പച്ചച്ചക്കയാണോ എന്ന് നോക്കാം. പഴമാണോ? വിശന്നിരിക്കുമ്പോ രുചി കൂടുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ശരിയാ. പക്ഷെ ഇവിടുത്തെ മഴ കാരണം കേട്ടോ ഇതിന്റെ ഉള്ളിൽ വെളുത്തായിരിക്കുന്നത് കേട്ടോ. നമ്മളിനിയേ ഇതിന്റെ മോളിക്കടെ ഇതിലെ കയറിപ്പോ. ഇതിലെ കയറി ചെല്ലുമ്പോഴാണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടം ഉള്ളത്. മുളഞ്ഞയും കളണം എങ്ങനെയാണെന്ന് ഷർമോനെ ഈ മണലെടുക്കണം. ഈ മണലെടുത്തിട്ട് കണ്ടോ അപ്പം മുളഞ്ഞയും പോകും. പിന്നെ നമ്മുടെ ക്യാമറയും കത്തിയെല്ലാം മൊത്തം മുളഞ്ഞിനോ. ഒരു ചെറിയ ചക്കപ്പഴം ഞങ്ങൾ തീർത്തു. ഇപ്പോൾ ഒരു ചെറിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. ആ ഷർമ ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഇതാണ് ഞങ്ങളുടെ. 3.5 കിലോമീറ്റർ നടന്നല്ലേ. എന്നിട്ടും ഞങ്ങൾ ഓന്തുപാറയുടെ മുകളിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ താഴെയുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. ഇതിൻ്റെ ടോപ്പിലാണ്. ഈ സൈഡിൽ കൂടെ കയറി പോകണം. പരക്കെട്ടി കൂടെ. മണലിട്ട് തൂത്തിട്ടൊന്നും മുളഞ്ഞിയും പോകണില്ല. അപ്പോൾ പുതിയൊരു ഐഡിയ കിട്ടി. ഈ തേങ്ങ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഞങ്ങൾ കല്ലിനിടിച്ച് ചതച്ചിട്ട് അത് കയ്യെ തൂത്തു. അപ്പോൾ നല്ല ഫസ്റ്റായിട്ട് മുളഞ്ഞിയും പോയി.
മടുപ്പെന്ന് പറയണ ഇല്ല കേട്ടോ. 3.5 കിലോമീറ്റർ നമ്മൾ കുത്തനെയുള്ള കയറ്റം കയറി വന്നിട്ട് മടുപ്പില്ല. നല്ല ഓക്സിജനാണ് ഇവിടെ. രണ്ടാമത് ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പല്ലേ. ദേ വേറെ ഓർമ്മ. ഇതിലെ കയറുമ്പോൾ മൂക്കെ പോയി ഇടിക്കും. അത്രയും കയറ്റാ. ഇത് നോക്കിയാൽ നമ്മുടെയൊക്കെ വീടുകളിൽ വെക്കുന്ന കൂട്ടം ഒരു പ്ലാന്റ് കണ്ടോ. അയാളുടെ അടുത്തെത്തി കേട്ടോ. ഇത് മുഴുവൻ ഒരു സൈസ് മുള്ളാട്ടോ. മുള്ളു മുഴുവൻ പുറത്ത് പിടിക്കുക. ഫുൾ വെള്ളച്ചാട്ടം അവിടെ 50. അതിൻ്റെ ഇടയ്ക്കൂടെ കാണാൻ നോക്കാം. മുള്ള ഇത് നമ്മളെ കറി വെക്കണ വീട്ടില് കറി വെക്കണ ചീരയാണല്ലോ. അപ്പൊ നമ്മുടെ താഴെ കാണാനില്ലത് റബ്ബർ തോട്ടത്തിൽ വേലിച്ചീര. കണ്ണ് നല്ലത്. വേലിച്ചീര. അതെന്നാന്നറിയോ, പണ്ട് ഈ പന്തിക്കില് വേലിയേക്കടെ ഇങ്ങനെ കുത്തി കുത്തി വെട്ടി നിർത്തുന്ന സാധനമാണ്. കണ്ണിന് നല്ല സൂപ്പറാ ഇത് അല്ലേ. പൊട്ടം എന്തിനുള്ള അത് മരുന്നല്ലേ. പൊട്ടം ആടിനൊക്കെ വലിയ ഇഷ്ടമായി സംഭവം. ഇവിടെ ആടിന് ഇഷ്ടം പോലെ വള്ളയാ. ഞാൻ വെട്ട എന്തോ വിശപ്പ് മാറിയോ? വിശപ്പ് മാറി. ഇനി നമ്മൾ ഓക്കെ വൈകുന്നേരം വരെ നമുക്ക് പിടിച്ചിരിക്കാം. അത് മതി. ഇവിടെ ഒന്ന് എത്തിപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു വഴി പോലും ഇല്ല. അതാണ് ഒരു സംഭവം. കുറേശ്ശെ കാണാറായി. ഇത് കൊള്ളാം. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ അറിയാവുള്ളൂ എന്തോരം അങ്ങനത്തെ എങ്ങനെയാണ് നിൽക്കാൻ സ്ഥലമുണ്ടോ. മൃഗങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഒരള്ളു കാണാം. അള്ളിലൊക്കെ നോക്കിയാ ഞാൻ കയറി പോണു. ഇല്ല പന്നിയും കിടപ്പുണ്ടോന്ന് കണ്ടോ. ഒരള്ളു കണ്ടോ. ഇതിനകത്തൊക്കെ മൃഗങ്ങൾ കയറി കിടക്കണം കേട്ടോ. അതിന്റെ മുകളിൽ നിന്ന് വന്നിട്ട് അവിടെ കുത്തുക. അവിടെ കുത്തിയിട്ട് ആ വെള്ളം പൊങ്ങി തെറിക്കും. എന്നെ രസം നോക്കിയേ. അടിപൊളിയായിരിക്കും കേട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഓന്തുപാറയുടെ മുകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം. അത് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഒരിക്കലും പറ്റൂല. ഈ ഒരു സീൻ ഇതിന്റെ അടി വന്നു നിന്നാലേ കിട്ടുള്ളൂ. ഉണ്ടോ ഇടയ്ക്ക് വെള്ളം കൂടുതൽ വന്നുണ്ടോ. അത് ഒരു 40 അടി മാറി. ശരിയാട്ടോ. ഇത്തിരി 40 അടി ആടിയാ വെള്ളം പായുന്നത്. ഇതിൻ്റെ അടി കുളിക്കാട്ടോ. ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം. സുഖമായിട്ട് കുളിക്കാം. ഇവിടെയൊക്കെ ഇരുന്ന് കുളിക്കാം. പിന്നെ പാറയ്ക്ക് വഴുക്കലുണ്ട്. പിന്നെ ഇതെന്നാണെന്നറിയോ, ഇതിൻ്റെ കൂടെ കല്ല് വരും. ചെറിയ കല്ല് വരും. ഈ കല്ല് വന്ന് നമ്മുടെ തലയിൽ ചാടും.
പട്ടിയോ? ആ ചെറിയൊരു വെള്ളച്ചാട്ടം, ചെറുത്, വളരെ ലൈറ്റായിട്ട് വിളിക്കാവുന്ന. ആ ഇവിടെ തേങ്ങ നടപ്പുണ്ടല്ലോ. തേങ്ങ. ആ അതെ, തേങ്ങ കിട്ടി. വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതാ മുകളിൽ നിന്ന് വെള്ളം തിരിഞ്ഞു വരുന്ന കേട്ടോ. അധികം പവറൊന്നുമില്ല, പക്ഷെ ഇവിടെ കുളിക്കാൻ നല്ല സൗകര്യം അല്ലേ. ആ ശരി കേട്ടോ, ഇതേ കണ്ടല്ലേ. ആ അതെ, ഇവിടെ ഒരു സംഭവം ഞങ്ങൾ കണ്ടുപിടിച്ചു. അതെ, ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ആ വെള്ളം വന്നിട്ട് ഇവിടെ ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഇതുണ്ടോ ഓങ്ങ. ഓക്കെ, ഇതിൻ്റെ അകത്തൂടെ പുറത്തേക്ക് വരുന്നത് കേട്ടോ. നമ്മുടെ കൂട്ടുകാരന് വീണ്ടും വിശന്നോട്ടോ. അടുത്ത തേങ്ങ കിട്ടിയിരിക്കുകയാണ്. നോക്കിയേ, കാട്ടുവന്ന് ഇരുന്ന് പൊളിക്കണവനെ പൊളിക്കണേ. ആ കല്ലിനിടിച്ച് തേങ്ങ പൊളിക്കാൻ പുള്ളിനെ കഴിഞ്ഞ് വേറെ ആളോ ഉള്ളു കേട്ടോ. നോക്കിയാൽ അത് അതേ പൊടി. ആ കണ്ടോ, അതെ അടിപൊളി പീസ്. ഇന്നത്തെ 4 മണിക്കത്തെ ഫുഡും റെഡിയായി അല്ലേ? 4 മണിക്കത്തെ ഫുഡ് പോയി. ആ കണ്ടോ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നനയില്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ കയറിയിരുന്നാൽ നോക്കി. എന്നാ വലിയ പാറയാണ്. ഇവിടെ ഒരു പാത്രമൊക്കെ ഉണ്ട്. ഇവിടെ ആരോ വെള്ളം എടുക്കുന്നുണ്ട്. നോക്കി, ഈ പാറയ്ക്കകത്ത് വെള്ളം വന്നാൽ നോക്കി, കണ്ടോ, മുകളിൽ നിന്ന് വെള്ളം വന്നിട്ട് കണ്ടോ, ഈ പാറയ്ക്ക് ഉള്ളിക്കടെയാ. കണ്ടോ നോക്കി. ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല. പാറയ്ക്ക് അകത്തുനിന്നാണ്, വിള്ളലിൻ്റെ അകത്തുനിന്നാണ് ഈ വെള്ളം വരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് കുടിക്കാം. ഉള്ളിൽ കൂടെ ഫിൽറ്റർ ചെയ്തായിരിക്കും വെള്ളം വരുന്നത്. അടുത്തോ? ഇല്ലില്ല, കാരണം ഇതുപോലത്തെ ഒരു കാലാവസ്ഥയല്ലേ, നല്ല തണുപ്പും നല്ല സൂപ്പർ കാഴ്ചയല്ലായിരുന്നോ? അടിപൊളിയാണ് അല്ലേ? ഒരു മടുപ്പ് പറഞ്ഞില്ല. ഇന്നത്തെ യാത്ര വേസ്റ്റ് ആയില്ല. അപ്പൊ ക്ഷമം അടുത്തില്ലെങ്കിലും ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങൾ ബൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയുമായിട്ട്, സാഹസികം നിറഞ്ഞ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിലെത്തും.